മോർണിംഗ് ടാസ്ക് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഒരു രസവും ഇല്ലായിരുന്നു കേട്ടോ, ഉള്ളതുപോലെ പറയുകയാണെങ്കിൽ നല്ല ബോറടിച്ചിരുന്നിട്ട് തന്നെയാണ് കണ്ടത്. ഒരാളെ പറ്റി 5 വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കണം എന്നതാണ് ടാസ്ക്. വാചകങ്ങൾ പാടില്ല, വാക്കുകൾ മാത്രം. അഭിഷേകും ഋഷിയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. അതറിയാലോ, നല്ല മനസ്സിനുടമ, നിഷ്കളങ്കൻ, പാവം, അങ്ങനെയുള്ള വാക്കുകൾ. അഭിഷേക് ജിൻഡോയെ കള്ളനും മാനിപ്പുലേറ്റർ എന്നൊക്കെ വിളിച്ചിട്ട് ലാസ്റ്റ് പറയുന്നു പാവം എന്ന്. അപ്പം ജിൻഡോയും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ജിൻഡോയും മിണ്ടായിരിക്കത്തില്ലെന്ന് അറിയാമല്ലോ. അതേ കാര്യങ്ങൾ തന്നെ ജിൻഡോയും തിരിച്ചു വിളിച്ചിട്ട് ലാസ്റ്റ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞു. അഭിഷേക് നല്ല ഗെയിമർ ആണെന്ന് പറഞ്ഞു ജിൻഡോ. ഇതുപോലെയാണ് സിജോയുടെയും കാര്യം. മാനിപ്പുലേറ്റർ, കള്ളൻ എന്നൊക്കെ സിജോ വിളിച്ചു. എന്നിട്ട് ലാസ്റ്റ് നല്ല മനുഷ്യൻ എന്നൊരു അവാർഡും കൂടി അങ്ങ് കൊടുത്തു. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. ബാലൻസിങ്. സിജോയെ ജിൻഡോ വിളിച്ചത് നല്ല പ്രാസംഗികൻ എന്നാണ്. പിന്നെ കാഞ്ഞ ബുദ്ധിമാൻ എന്നും വിളിക്കുന്നുണ്ട് ജിൻഡോ. ഈ രീതിയിലാണ് ടാസ്ക് മുന്നോട്ട് പോയത്. എല്ലാവരും അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ ഫേവർ ചെയ്തൊക്കെ തന്നെയാണ് ഈ ടാസ്ക് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞത് നോട്ട് ചെയ്ത് വെച്ച് പറയേണ്ട കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ രസമില്ലാതെയാണ് പോയത്. ആർക്കും ഒരു താല്പര്യമില്ലായിരുന്നു ഈ ഒരു ടാസ്ക് ചെയ്യാനായിട്ട്. അതാണ് അതിൻ്റെ അത് മെയിൻ കാര്യം. പ്രത്യേകിച്ച് ഋഷിയൊക്കെ ടാസ്ക് പോലും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബിഗ് ബോസ് വരെ എന്നിട്ട് പറഞ്ഞു, ഇത്രയും ദിവസം കണ്ട ആളുകളല്ലേ, ഇത്രയ്ക്ക് അറിയത്തില്ലേ നിങ്ങൾക്ക് ഇവരെ കുറിച്ചൊന്നും എന്നും അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞത്. ബിഗ് ബോസിന് വരെ സഹി കിട്ടും. ഈ രീതിയിലുള്ള ഒരു ഡ്രൈ മോർണിംഗ് ടാസ്ക് ആയിരുന്നു ഇത്.